നമസ്കാരം വിദ്യാർത്ഥികളെ, ഈ ടോപ്പിക്കിൽ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ് ഉപയോഗിച്ച് ഒരു 1G പൊസിഷനിൽ 50 mm ഡയാമീറ്ററും 5 mm വാൾ തിക്നെസ്സും ഉള്ള ഒരു MS പൈപ്പിൽ ഒരു ബട്ട് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ലക്ഷ്യങ്ങൾ. ഈ ടോപ്പിക്കിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും. നൽകിയിരിക്കുന്ന ഡ്രോയിങ് അനുസരിച്ച് പൈപ്പ് മുറിച്ച് ബെവൽ ചെയ്യുക. ബട്ട് വെൽഡിങ്ങിനായി പൈപ്പുകൾ ടാക്ക് ചെയ്യുക. വേവിംഗ് ടെക്നിക്കും റൊട്ടേഷൻ രീതിയും ഉപയോഗിച്ച് റൂട്ട് റണ്ണും സെക്കൻഡ് റണ്ണും തേർഡ് റണ്ണും ഡെപ്പോസിറ്റ് ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. എന്തെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് ബീഡ് പരിശോധിക്കുക. ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രക്രിയ ഉപയോഗിച്ച് 1G പൊസിഷനിൽ 50 mm ഡയമീറ്ററും 5 mm വാൾ തിക്നെസ്സും ഉള്ള MS പൈപ്പിൽ ബട്ട് ജോയിന്റ് വെൽഡിംഗ് ചെയ്യുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളുടെ ലിസ്റ്റ് ഇതാണ്. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, പ്രിക് പഞ്ച്, ബോൾ പീൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, ഇലക്ട്രോഡ് കേബിളും എർത്ത് കേബിളും, ഇലക്ട്രോഡ് ഹോൾഡർ, ഇലക്ട്രോഡ്, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ, SMAW വെൽഡിംഗ് പ്ലാന്റ് മെഷീനും അവയുടെ സജ്ജീകരണ അക്സസറികളും, സി ക്ലാമ്പ്. ഇനി ഫ്ലാറ്റ് അല്ലെങ്കിൽ ഡൗൺ ഹാൻഡ് പൊസിഷനിൽ 1G റോളിംഗ് 75 mm നീളവും 50 mm ഔട്ടർ ഡയമീറ്ററും 5 mm വാൾ തിക്നെസ്സുമുള്ള മൈൽഡ് സ്റ്റീൽ പൈപ്പിൽ പൈപ്പ് ബട്ട് ജോയിന്റിനുള്ള പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകൾ പരിശോധിക്കാം. സംരക്ഷണ വസ്ത്രം ധരിക്കുക. ഔട്ടർ ഡയമീറ്റർ 50 mm വാൾ തിക്നെസ് 5 mm ഉള്ള ഒരു ഫുൾ നീളമുള്ള MS പൈപ്പ് എടുക്കുക. മൈൽഡ് സ്റ്റീൽ പൈപ്പ് ശരിയായ സ്പെസിഫിക്കേഷനുകളും ഗുണനിലവാരവും ഉള്ളതാണെന്ന് ഉറപ്പാക്കുക. ഏതെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ, ക്രമക്കേടുകൾ എന്നിവ അറിയാൻ പൈപ്പ് പരിശോധിക്കുക. മൈൽഡ് സ്റ്റീൽ പൈപ്പ് വൃത്തിയുള്ളതും തുരുമ്പ്, അഴുക്ക്, ഗ്രീസ് അല്ലെങ്കിൽ വെൽഡിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്ന ഏതെങ്കിലും മലിനീകരണം എന്നിവയിൽ നിന്ന് മുക്തവുമാണെന്ന് ഉറപ്പാക്കുക. 2 പൈപ്പുകൾക്കായി 75 mm നീളമുള്ള പൈപ്പ് കൃത്യമായി അളക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുക. കട്ടിംഗ് പ്രക്രിയയിൽ വ്യക്തവും കാണാനാവുന്നതുമായ മാർക്കുകൾക്കായി ഒരു മാർക്കർ അല്ലെങ്കിൽ സ്ക്രൈബർ ഉപയോഗിക്കുക. ഒരു ഹാക്സോ ഉപയോഗിച്ച് നൽകിയിരിക്കുന്ന വലിപ്പത്തിൽ പൈപ്പുകൾ മുറിക്കുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് പൈപ്പിന്റെ അറ്റത്തിന്റെ സ്ക്വയർനെസ് പരിശോധിക്കുക. പൈപ്പ് അക്സസ് ഉപയോഗിച്ച് സ്ക്വയർനെസ് തരത്തിൽ പൈപ്പിന്റെ അറ്റം ഫയൽ ചെയ്യുക. 1.5 മുതൽ 1.75 mm വരെ റൂട്ട് ഫേസ് നിലനിർത്തിക്കൊണ്ട് 30 മുതൽ 35 ഡിഗ്രി ബെവലിലേക്ക് അരികുകൾ ഗ്രൈൻഡ് ചെയ്യുക. പൈപ്പിന്റെ അറ്റങ്ങളിൽ നിന്ന് ബറുകളും തുരുമ്പും നീക്കം ചെയ്യുക. ഒരു ബട്ട് ജോയിന്റായി രൂപപ്പെടുത്താൻ 2 പൈപ്പുകൾ ക്രമീകരിക്കുക. ഒരു ആംഗിൾ അയണിന്റെ ഫിക്ചർ അല്ലെങ്കിൽ V പ്രൊഫൈൽ ഉപയോഗിച്ച് അവയെ അലൈൻ ചെയ്യുക. 3.15 mm മീഡിയം കോട്ടഡ് MS ഇലക്ട്രോഡ് BIS കോഡ് ER4211 ഉപയോഗിക്കുക. ട്രാക്കിങ്ങിനായി 110 ആംപിയർ കറണ്ട് സജ്ജമാക്കുക. ഒരു ആംഗിൾ അയണിന്റെ V പ്രൊഫൈലിൽ പൈപ്പുകൾ അലൈൻ ചെയ്യുന്നതിന് മുമ്പ് പൈപ്പുകൾ 2 mm റൂട്ട് ഗ്യാപ്പുകൾ ഇട്ട് ബട്ട് പൊസിഷനിൽ സജ്ജമാക്കുക. സ്പേസറുകൾ ഉപയോഗിച്ച് പൈപ്പുകൾക്കിടയിൽ 2 mm റൂട്ട് ഗ്യാപ്പ് ക്രമീകരിച്ചുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ 4 സെഗ്മെന്റുകളിൽ ടാക്ക് വെൽഡ് ചെയ്യുക. ഓരോ ടാക്കും അവസാനിക്കുന്നത് ഒരു കീഹോൾ ഉപയോഗിച്ചാണെന്ന് ഉറപ്പാക്കുക.
ടാക്കിങ്ങിന് ശേഷം പൈപ്പുകൾ ലൈനിലാണോ എന്ന് പരിശോധിക്കാൻ ട്രൈ സ്ക്വയർ ഉപയോഗിക്കുക. എന്തെങ്കിലും ഡിഫക്ട്സുകൾ അറിയാൻ ടാക്ക് വെൽഡിംഗ് നന്നായി നോക്കി പരിശോധിക്കുക. ഇനി ഫ്ലാറ്റ് അല്ലെങ്കിൽ ഡൗൺ ഹാൻഡ് പൊസിഷനിൽ 1G റോളിംഗ് 75 mm നീളവും 50 mm ഔട്ടർ ഡയമീറ്ററും 5 mm വാൾ തിക്നെസ്സുമുള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിൽ പൈപ്പ് ബട്ട് വെൽഡ് ബഡ് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ് നോക്കാം. വി പ്രൊഫൈൽ ആംഗിൾ അയണിൽ ടാക്ക് വെൽഡഡ് പൈപ്പുകൾ ഒരു ടേബിളിൽ സജ്ജമാക്കുക. ഫ്ലാറ്റ് അല്ലെങ്കിൽ ഡൗൺ ഹാൻഡ് പൊസിഷനിൽ വെൽഡിംഗ് നടത്തുന്നതിന് വി പ്രൊഫൈൽ ടേബിളിൽ സ്ഥാപിക്കുക. വെൽഡിംഗ് ഗ്ലൗസ്, ലെൻസിന്റെ ശരിയായ ഷെയ്ഡുള്ള വെൽഡിംഗ് ഹെൽമെറ്റ്, തീജ്വാലയെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ എന്നിവ പോലുള്ള ഉചിതമായ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ PPE ധരിക്കുക. എന്തെങ്കിലും ഡാമേജുകളോ എക്സ്പോസ് ആയ വയറുകളോ ഉണ്ടോ എന്നറിയാൻ വെൽഡിംഗ് കേബിൾ പരിശോധിക്കുക. വെൽഡിംഗ് മെഷീൻ ശരിയായി എർത്ത് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വെൽഡിംഗ് ടോർച്ചിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ടോർച്ചിൽ ഇലക്ട്രോഡ് ശരിയായി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. റൂട്ട് റണ്ണിനായി 3.15 mm ഡയ ഇലക്ട്രോഡിന് 110 ആംപിയർ കറണ്ട് സജ്ജമാക്കുക. ഇലക്ട്രോഡ് ഹോൾഡറിൽ 90 ഡിഗ്രി ആംഗിളിലോ ഹോൾഡറിന്റെ അറ്റത്ത് നിന്ന് 45 ഡിഗ്രി ആംഗിളിലോ ഇലക്ട്രോഡ് വയ്ക്കുക. ഏകദേശം 3 o'clock ബെവലിൽ ആർക്കടിക്കുക. റൂട്ട് ഫേസ് ഉരുകുന്നതും കീഹോൾ രൂപപ്പെടുന്നതും താൽക്കാലികമായി നിർത്തിക്കൊണ്ട് 4 o'clock വരെ കൊണ്ടുപോകുക. തുടർന്ന് നിങ്ങളുടെ ഇലക്ട്രോഡ് ദിശ മാറ്റുക. ആദ്യ പാസ് മുകളിലേക്ക് പ്രവർത്തിപ്പിക്കാൻ വെർട്ടിക്കൽ പൊസിഷനിൽ വെൽഡിംഗ് പ്ലേറ്റിന് സമാനമായി 5 മുതൽ 15 ഡിഗ്രി മുകളിലേക്ക് പുഷ് ആംഗിളിൽ ഒരു ഇലക്ട്രോഡ് ഉപയോഗിക്കുക. വി ഗ്രോവിന്റെ ഇരുവശത്തുമുള്ള പൈപ്പിന്റെ സർഫസിന് കേടുപാടുകൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിച്ച് മുകളിലേക്ക് അടിക്കുക. വൺ ഓ ക്ലോക്ക് ആവുമ്പോൾ നിർത്തുക. വീട് നന്നായി വൃത്തിയാക്കുക. ഒരു ടേണിന്റെ 4/1 പൈപ്പ് തിരിക്കുക. തുടർന്ന് അതേ രീതിയിൽ വെൽഡിംഗ് തുടരുക. ആദ്യ പാസ് പൂർത്തിയാക്കാൻ പൈപ്പിന്റെ 4 ക്വാർട്ടറിനും ഇതേ രീതി പിന്തുടരുക. അടുത്ത ഇലക്ട്രോഡ് ക്രേറ്ററിന് തൊട്ട് താഴെ നിന്ന് ആരംഭിക്കുവാൻ ശ്രദ്ധിക്കുക. കീഹോൾ ടെക്നിക് ഉപയോഗിച്ച് റൂട്ട് പെനട്രേഷൻ ഉറപ്പാക്കുന്നു. റൂട്ടിൽ നിന്ന് സ്ലാഗ് നന്നായി നീക്കം ചെയ്യുക. രണ്ടാമത്തെ പാസിനായി ഹോട്ട് പാസ് 3.15 mm ഇലക്ട്രോഡ് ഉപയോഗിക്കുക. സെക്കൻഡ് പാസ് വെർട്ടിക്കൽ പ്ലേറ്റ് വെൽഡിംഗിലെ പോലെ ഒന്നെങ്കിൽ ട്രയാങ്കിൾ മോഷനിലോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് വേവിലോ വെൽഡ് ചെയ്യുന്നു. രണ്ടാമത്തെ പാസിന് സമാനമായി കവർ പാസ് എന്ന് വിളിക്കപ്പെടുന്ന മൂന്നാമത്തെ പാസ് വെൽഡിംഗ് ചെയ്യണം. റൂട്ട് പാസ്, ഹോട്ട് പാസ്, കവർ പാസ് എന്നിവയായിരിക്കണം ക്രമം. കാണിച്ചിരിക്കുന്ന പരമാവധി റൂട്ട് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് പാലിക്കുക. പാസ് പൂർത്തിയാക്കുമ്പോൾ ചെറുതായി ഓവർലാപ്പ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക. പടിയിൽ നിന്ന് പതുക്കെ വലിച്ചുകൊണ്ട് ആർക്ക് ബ്രേക്ക് ചെയ്യുക.
ഇൻട്രോപ്പേഡായി കിടക്കുന്ന സ്ലാഗ് കത്തിച്ച് അനാവശ്യമായ അണ്ടർ കട്ട് ഫിൽ ചെയ്യുന്നതിനായി ജോയിന്റിന്റെ വശങ്ങളിൽ താൽക്കാലികമായി ഒന്ന് നിർത്താൻ ശ്രദ്ധിക്കുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. ഏതെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ ജോയിന്റുകൾ പരിശോധിക്കുക. 1G റോളിംഗ് പൊസിഷനിൽ 50 mm ഔട്ടർ ഡൈയും 5 mm വാൾ തിക്നെസ്സുമുള്ള MS പൈപ്പിലെ വെൽഡ് ബട്ട് ജോയിന്റിൽ അറിഞ്ഞിരിക്കേണ്ടതും പിൻപറ്റേണ്ടതുമായ ചില മുൻകരുതലുകൾ ഇതാ. ഇലക്ട്രോഡിന്റെ ഒരു ശരിയായ ആംഗിളും ട്രാവൽ സ്പീഡും നിലനിർത്തിക്കൊണ്ട് ഓവർ ഡെപ്പോസിഷനും സൈഡ് അണ്ടർകട്ടും ഒഴിവാക്കുക. എപ്പോഴും സംരക്ഷണ വസ്ത്രം ധരിക്കുക. ചൂടുള്ള ജോബ് പിടിക്കാൻ ടോങ്ങുകൾ ഉപയോഗിക്കുക. ജോയിന്റിന്റെ വശങ്ങളിൽ താൽക്കാലികമായി ഒന്ന് നിർത്താൻ ശ്രദ്ധിക്കുക. ഇൻസ്പെക്ഷൻ പ്രോസസ്സിൽ തിരിച്ചറിയാൻ കഴിയുന്ന ചില ഡിഫക്ട്സുകൾ നോക്കാം. അണ്ടർകട്ട്, lack of penetration, entrapped slag, ട്രാക്കുകൾ, ഈ വിഷയത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടെ നോക്കിയാലോ? ഡ്രോയിങ് അനുസരിച്ച് പൈപ്പ് മുറിക്കുന്നതും ബെവൽ ചെയ്യുന്നതും, ബട്ട് വെൽഡിംഗ് തയ്യാറെടുപ്പിൽ പൈപ്പുകൾ ടാക്കിംഗ് ചെയ്യുന്നത്, വീവിംഗ് ആൻഡ് റൊട്ടേഷൻ മെത്തേഡ്സ് ഉപയോഗിച്ച് റൂട്ട് പാസ്, സെക്കൻഡ് പാസ്, തേർഡ് പാസ് എന്നിവ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുന്നത്, വെൽഡിന്റെ ക്വാളിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഉറപ്പാക്കാൻ ഏതെങ്കിലും സർഫേസ് ഡിഫക്ട്സ് അറിയാൻ വെൽഡ് ബീഡ് പരിശോധിക്കുന്നു.